നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ താൻ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടത്തിയ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഇരു പാർട്ടികളും ഇടത്തരക്കാരുടെ ആവശ്യങ്ങൾ മറന്ന് തങ്ങളുടെയും തലസ്ഥാനത്തുള്ള തങ്ങളുടെ ലോബികളുടെയും വളർച്ച മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും പറഞ്ഞു. ലോകമെമ്പാടുമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട സത്യപ്രതിജ്ഞയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം തരിച്ചിരിഞ്ഞു പോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. GOP എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് റിപ്പബ്ലിക്കൻ വോട്ടർമാരെ കയ്യിലെടുത്ത ശക്തനായ ട്രംപിനെ ഉടനെയെങ്ങും എതിർക്കുവാൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് സാധിക്കുകയില്ല. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ താൻ നടത്തുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നടപ്പാക്കിയാണ് തന്നെ തിരഞ്ഞെടുത്തവരോടുള്ള പ്രതിബദ്ധത അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അവസാന ഡിബേറ്റിൽ ഹിലാരി ക്ലിന്റനെതിരെ ഇമെയിൽ വിവാദം അന്വേഷിക്കുന്നതിനായി പബ്ലിക് അറ്റോർണിയെ നിയമിക്കുമെന്ന വാഗ്ദാനം ഉടൻ നടത്തിയില്ലെങ്കിലും വളരെ താമസിയാതെ നാടകീയമായ ഉത്തരവ് നടത്തുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നു. മുൻ സൗത്ത് കാരോലിന ഗവർണർ നിക്കി ഹേലി അമേരിക്കയുടെ UN അംബാസഡറായി സത്യപ്രതിജ്ഞ ചെയ്തു. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നാമനിർദ്ദേശം സെനറ്റ് 96-4 എന്ന ഭൂരിപക്ഷത്തിലൂടെയാണ് അംഗീകരിച്ചത്. സൗത്ത് കാരോലിനയുടെ ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് UN അംബാസഡർ പദവി ഇവർ ഏറ്റെടുത്തത്. ആദ്യമായാണ് ഇന്ത്യൻ വംശജയായ അമേരിക്കൻ വനിത ഈ പദവിയിൽ എത്തുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് നാസ ശാസ്ത്രജ്ഞൻ പോൾ റീസൺ അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ നേതൃത്വത്തിൽ ബഹിരാകാശ ഉൽക്കകളെ കണ്ടുപിടിച്ച 2 യുവ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ആദരിച്ച ചടങ്ങിലാണ് പോൾ റീസൺ ഇക്കാര്യം അറിയിച്ചത്. അമർജോത് സിംഗ്, സഹിൽ ബാജ്പ എന്നിവരാണ് ന്യൂഡൽഹി ആസ്ഥാനമായ സയൻസ് പോപ്പുലറൈസേഷൻ അസോസിയേഷൻ ഓഫ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ 2010 നടത്തിയ ഉൽക്ക ഗവേഷണത്തിൽ പുതിയ 2 ഉൽക്കകളെ കണ്ടെത്തിയത്. ഏഷ്യയിലെ പ്രമുഖ ബഡ്ജറ്റ് എയർലൈൻ കമ്പനി എയർ ഏഷ്യ തങ്ങളുടെ സേവനം അമേരിക്കയിൽ ആരംഭിക്കുന്നു. അമേരിക്കൻ ഗവൺമെന്റ് എയർ ഏഷ്യയ്ക്ക് അമേരിക്കൻ നഗരങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം തുടങ്ങുവാനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞു. ചിലവ് കുറഞ്ഞ എയർ ഏഷ്യയുടെ സ്ഥാപകൻ മലേഷ്യയിൽ നിന്നുള്ള ടോണി ഫെർണാണ്ടസ് ആണ്. എയർ ഏഷ്യയുടെ ദീർഘദൂര സർവീസ് നടത്തിവരുന്ന എയർ ഏഷ്യ എക്സ് ആയിരിക്കും അമേരിക്കയിലേക്ക് സർവീസ് തുടങ്ങുക. ഇതോടെ ഇപ്പോൾ തന്നെ ശക്തമായ മത്സരം നേരിടുന്ന മിഡിൽ ഈസ്റ്റേൺ വിമാന കമ്പനികളുടെ ഇടയിലേക്കുള്ള എയർ ഏഷ്യയുടെ വരവ് ഏഷ്യയിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ വംശജനായ ജിയോതി ബെൻസന്റെ ആപ്പ് ഡൈനാമിക്സ് കമ്പനി സിസ്കോ സിസ്റ്റം $3.7 ബില്യൺ വാങ്ങു. ഡൽഹി IIT-യിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി H-1B വിസയിൽ അമേരിക്കയിലെത്തിയ ഇദ്ദേഹം 2008-ലാണ് സ്വന്തമായ കമ്പനി ആരംഭിച്ചത്. ഇപ്പോൾ 1200-ഓളം ജോലിക്കാരുള്ള കമ്പനിയുടെ വാർഷിക വരുമാനം $158.4 മില്യൺ ആണ്. ഫ്ലോറിഡ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന പെരുമ്പാമ്പുകളുടെ ശല്യം ഇല്ലായ്മ ചെയ്യുവാൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്നുമുള്ള പരമ്പരാഗത പാമ്പ് പിടുത്തക്കാരെ നിയോഗിച്ചു. തമിഴ്നാട്ടിൽ നിന്നും വന്ന ഇവർ 2 ആഴ്ചയ്ക്കുള്ളിൽ 14 ബർമീസ് പൈത്തോൺ പാമ്പുകളെ പിടികൂടി. വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയിൽ നിന്നും വളർത്തുമൃഗങ്ങളായി കൊണ്ടുവന്നിരുന്ന പാമ്പിനെ സംരക്ഷകർ ഫ്ലോറിഡയിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ തുറന്നുവിടുകയും ഇവ ക്രമേണ വളർന്നു പെരുകി ഇവിടെയുള്ള സസ്തന ജീവികൾക്ക് വലിയ ഭീഷണിയാവുകയും ചെയ്തിരുന്നു. അധികൃതർ ഈ പാമ്പുകളെ നശിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ CEO ആയ സത്യ നാദല്ലയെ സ്റ്റാർബക്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇദ്ദേഹത്തെ കൂടാതെ സാംസ് ക്ലബ് CEO റസ്ലൻ ബ്രൂവറിനെയും ലെഗോ ബ്രാൻഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനെയും ബോർഡ് അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ലൈംഗിക സാംക്രമിക രോഗങ്ങൾക്ക് ഇപ്പോൾ നൽകി വരുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ ഫലപ്രദമല്ലാതായി വരുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി CDC മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ WHO-യുടെ അറിയിപ്പിൽ ലോകമെമ്പാടും ഗൊണേറിയ, സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് മുൻപ് ഫലപ്രദമായി ഉപയോഗിച്ചു വന്നിരുന്ന ഔഷധങ്ങൾക്ക് ആവശ്യമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രോഗങ്ങൾക്ക് കാരണമാകുന്ന രോഗാണുക്കൾ കഴിഞ്ഞ 75 വർഷങ്ങളായി
ഉപയോഗിച്ചു വരുന്നിരുന്ന ഔഷധങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നേടുകയും ഇതുമൂലം രോഗങ്ങൾ കൂടുതൽ പടർന്നുപിടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കുന്നതായും മുന്നറിയിപ്പ് നൽകുന്നു. വളരെ കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ ഹാംബർഗർ, പെപ്പറോണി, പിസ്സ തുടങ്ങിയ ആഹാരത്തിന്റെ അമിത ഉപയോഗം കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതായി ഗവേഷകർ നടത്തിയ ഹ്രസ്വ പഠനങ്ങൾ തെളിയിക്കുന്നു. ഉയർന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ഇത് ഭാവിയിൽ കരളിനെ ബാധിക്കുന്ന മാരകമായ രോഗമായ സിറോസിസ്, പ്രമേഹം, അമിതവണ്ണം എന്നീ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്ന് കണ്ടെത്തി. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് തടയുന്നതിനും പരാജയപ്പെട്ട പണമിടപാട് സ്ഥാപനമായ വെസ്റ്റേൺ യൂണിയൻ $586 മില്യൺ പിഴ അടയ്ക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെഡറൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും പണം തട്ടിപ്പ് നടത്തുന്നത് തടയുന്നതിനും വെസ്റ്റേൺ യൂണിയൻ കാര്യമായ നടപടിയൊന്നും എടുത്തില്ല എന്ന് FTC ആരോപിച്ചു. 2004 മുതൽ 2012 വരെയുള്ള കാലയളവിൽ നിരവധി ഓൺലൈൻ ഫോൺ കോൾ തട്ടിപ്പുകൾ വെസ്റ്റേൺ യൂണിയന്റെ സഹായത്തോടെ നടന്നതായി കണ്ടെത്തിയിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഓഫ് അമേരിക്ക ഡാലസ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനം കാരൽട്ടൺ സെയിന്റ് മേരീസ് മലങ്കര യാക്കോബായ പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ന്യൂ ഇയർ ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങ് റവറന്റ് ഫാദർ രാജു ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായി ചുമതലയേറ്റ ഭാരവാഹികൾക്ക് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഗോപാലപിള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. റീജിയണൽ പ്രസിഡന്റ് ഷാജി രാമപുരം, അലക്സ് അലക്സാണ്ടർ, ഫിലിപ്പ് തോമസ്, ജോൺസൺ തലച്ചെല്ലൂർ, പ്രമോദ് നായർ, സീസൽ ചെറിയാൻ, പ്രൊഫസർ ജോയി പുല്ലാട്ടുമടം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഡാലസ് ഏരിയയിലുള്ള 3 പ്രോവിൻസസും, അതായത് ഡാലസ് പ്രോവിൻസ്, DFW പ്രോവിൻസ്, നോർത്ത് ടെക്സസ് പ്രോവിൻസ് എന്നീ 3 പ്രോവിൻസസുകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയറിന്റെ പരിപാടികൾ സിറ്റികളിൽ പ്രോവിൻസുകൾ ഉണ്ടാക്കിയും ഈ പ്രോവിൻസുകളിൽ നിന്ന് റീജിയനുകൾ ഉണ്ടാക്കിയും റീജിയനുകളിൽ നിന്ന് ഗ്ലോബൽ ലെവലിലുള്ള ഒരു സംഘടന ഉണ്ടാക്കിയും നമ്മുടെ ദീപം തെളിച്ചപ്പോൾ ആ ദീപം നമ്മുടെ ഉള്ളിൽ പ്രകാശം തെളിഞ്ഞതുപോലെ നാം ഓരോരുത്തരും ജ്വലിച്ച് പ്രത്യേകിച്ച് വേൾഡ് മലയാളിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം പകരുവാൻ തക്കോണം, കൂടുതലായിട്ട് പ്രവർത്തിപ്പാൻ തക്കോണം, വിവിധ മേഖലകളിൽ പ്രവർത്തിപ്പാൻ തക്കോണം. നിങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതലായി വേൾഡ് മലയാളി അസോസിയേഷൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപോട്ട് നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാവർക്കും മാതൃകയുള്ളവരായി തീർന്നുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. 95 അമേരിക്കയിൽ രൂപം കൊണ്ട വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായി തീർന്നിരിക്കുക. ഡാലസ് തിരുവല്ല അസോസിയേഷന്റെ 10ാം വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. മുഖ്യ അതിഥിയായി തമ്പി ആന്റണി പങ്കെടുത്ത ചടങ്ങിൽ അഭിവന്ദ്യ എൽദോമാർ തീത്തോസ് തിരുമേനി പുതുവത്സര സന്ദേശം നൽകി. പ്രസിഡന്റ് സോണി ജേക്കബ് സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഈ അവസരത്തിൽ തമ്പി ആന്റണിയുടെ ചെറുകഥാ സമാഹാരമായ വാസ്കോഡിഗാമയുടെ പ്രകാശനവും നടക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് സുനിൽ തലവടി, ബിജു വർഗീസ്, മാത്യു വർഗീസ് തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് മെസ്സേജ് നൽകുവാൻ വേണ്ടി ഇവിടെ വന്ന തിരുമേനിയെ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൂട്ടായ്മകളുടെ ഒരു നാടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ക്രിസ്തു നമ്മിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ആ ഒരു സുദിനത്തിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ആശംസകൾ നേരുകയാണ്. ക്രിസ്മസ് പലപ്പോഴും നമുക്ക് ബാഹ്യമായ അനുഷ്ഠാനങ്ങളുടെ ഒരു വെറുതെ ഒരു ആചാര അനുഷ്ഠാനം മാത്രമായിട്ട്, സെലിബ്രേഷൻ മാത്രമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് പലപ്പോഴും ദുഃഖകരമാണ്. Best Actor Award in the Honolulu International Film Festival for the Hollywood film Beyond the Sword in 2005. Besides this, like I mentioned again, he's a writer, he's a poet. There's a lot more things that he has achieved and accomplished in his career, and we are very happy to have him again as the chief guest for the Trivella Association Dallas 10th anniversary. അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ, തമ്മിലിതയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചു ഒപ്പം നടത്തിയും അമ്മ നടക്കുന്നു. അപ്പോൾ അമ്മ എന്ന മലയാളത്തിലൊപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ അസോസിയേഷൻ ഒരു മലയാളികളാണ്? തിരുവല്ല അസോസിയേഷൻ രൂപീകരിക്കുന്ന ആ സന്ദർഭത്തിൽ ഞാനും ഒരു പങ്കാളിയായി. ഇന്ന് 10 വർഷം പിന്നിടുമ്പോൾ തീർച്ചയായും ഈ നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാനായിട്ട് എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കും. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. ഞങ്ങളോട് സഹകരിച്ച എല്ലാ സ്പോൺസേഴ്സിനും കടന്നു വന്ന എല്ലാ നല്ല ജനങ്ങൾക്കും നല്ലവർക്കും എല്ലാവർക്കും ഉള്ള നന്ദിയും സ്നേഹവും തിരുവല്ല അസോസിയേഷനെ എന്നെ വ്യക്തിപരമായ പേരിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമയത്ത്